സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യത. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറി. 8 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സൂര്യഗായത്രി ചേരുന്നു. എന്തൊക്കെയാണ് ഇന്നത്തെ റെഡ് അലർട്ട് അടക്കമുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങൾ? അടുത്ത 5 ദിവസവും കൂടി അതിതീവ്ര മഴ സംസ്ഥാനത്ത് പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത്. അതീവ ജാഗ്രത പാലിക്കണം പൊതുജനം എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദം അത് അതിതീവ്ര ന്യൂനമർദ്ദമായിട്ട് മാറിയിട്ടുണ്ട്. അതിന്റെ സ്വാധീന ഫലമായിട്ടാണ് മഴ വരും ദിവസങ്ങളിൽ ശക്തമാകുക എന്നുള്ളത് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റും ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഈ മഴയോടൊപ്പം തന്നെ അതിശക്തമായ കാറ്റും സംസ്ഥാനത്ത് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും അതിശക്തമായിട്ടുള്ള കാറ്റുണ്ടാകുമ്പോഴുള്ള മുന്നറിയിപ്പുകളും ഒക്കെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ 8 ജില്ലകൾക്കാണ് ഇതുവരെ അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത്. മറ്റ് ജില്ലകൾക്കൊക്കെ ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനം പാലിക്കേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. തീരദേശ മേഖലയിലും മലയോര മേഖലകളിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ളത് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. മഴ കൂടുതൽ ശക്തമാകുകയും കാറ്റുണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഉയർന്ന തിരമാല ഉണ്ടാകാനുള്ള സാധ്യത പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മോശം കാലാവസ്ഥയും കള്ളക്കടൽ പ്രതിഭാസം ഉൾപ്പെടെ കടലിൽ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് തീരദേശവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരള, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ജൂൺ മാസം 1 വരെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലക്ഷദ്വീപ് തീരങ്ങളിൽ ജൂൺ മാസം 2 വരെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ മത്സ്യത്തൊഴിലാളികൾ കടലിനുള്ളിലേക്ക് പോകരുത് എന്നുള്ളത് കൃത്യമായിട്ട് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ തീരദേശത്ത് താമസിക്കുന്നവരും കൂടുതൽ കടൽ പ്രക്ഷുബ്ധമാകുകയും വലിയ തിരമാലകളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി താമസിക്കണം എന്നുള്ള നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്കും അത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീരപ്രദേശത്തെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പല തീരങ്ങളും പ്രധാനപ്പെട്ട തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തീരപ്രദേശങ്ങളിൽ റെഡ് അലർട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം പാലിക്കേണ്ടതായിട്ടുണ്ട്. ഈ തീരങ്ങളിലേക്ക് അല്ലെങ്കിൽ കടലിലേക്ക് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയോര മേഖലകളിലേക്ക് വന്നാൽ ഉരുൾപൊട്ടൽ സാധ്യത പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി താമസിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിലേക്ക് വിനോദസഞ്ചാരം ഉൾപ്പെടെ അതിനുൾപ്പെടെ നിയന്ത്രണവും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. രാത്രി സമയങ്ങളിൽ മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾക്ക് ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള മുന്നറിയിപ്പ് നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നതാണ്. എന്തായാലും വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള ഉണ്ടാകാനുള്ള സാധ്യത കാലാവസ്ഥാ വകുപ്പ് ഉൾപ്പെടെയുള്ളവർ, ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ളവർ പ്രവചിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ജാഗ്രതകൾ കൃത്യമായി പൊതുജനം പാലിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. അത്തരത്തിലൊരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ബന്ധപ്പെടേണ്ട കൺട്രോൾ റൂം നമ്പറുകൾ ഉൾപ്പെടെ പൊതുജനത്തിന് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. റവന്യൂ വകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ഉള്ള കൺട്രോൾ റൂമുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ താലൂക്ക് അടിസ്ഥാനത്തിൽ ഉൾപ്പെടെ കൺട്രോൾ റൂം നമ്പറുകൾ പൊതുജനത്തിന് നൽകിയിട്ടുണ്ട്. എന്ത് അടിയന്തര സാഹചര്യം ഉണ്ടായാലും ഈ നമ്പറിലേക്ക് ബന്ധപ്പെടണം, ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെടണം എന്നുള്ളതാണ്. മറ്റൊന്ന്, സാധാരണഗതിയിൽ ഈ വെള്ളപ്പൊക്കം ഉണ്ടായാലും സ്വന്തം വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ പ്രദേശത്ത് നിന്ന് മാറി താമസിക്കാനുള്ള വിമുഖത പല ആളുകളും കാണിക്കാറുണ്ട്. അത് പാടില്ല എന്നുള്ളത് കൃത്യമായിട്ട് പറയേണ്ടതായിട്ടുണ്ട്. വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കൃത്യമായിട്ട് ആ പ്രദേശത്ത് നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി താമസിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ക്യാമ്പ് ഉൾപ്പെടെ തുടങ്ങേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അത് അധികൃതരുമായിട്ട് ബന്ധപ്പെടുകയും അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നുള്ളതും പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പുഴകൾ അതുപോലെ തന്നെ ആറുകളിലൊക്കെ വലിയ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അത് ശക്തമായിട്ട് ഉള്ള ജലനിരപ്പാണ് ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ അവയ്ക്ക് സമീപം താമസിക്കുന്നവർ മുൻകരുതലുകളൊക്കെ സ്വീകരിക്കണം. അങ്ങനെ വരും ദിവസങ്ങളിലും അതിശക്തമായിട്ടുള്ള മഴ, അതിതീവ്രമായിട്ടുള്ള മഴ സംസ്ഥാനത്ത് പ്രതീക്ഷിക്കാം എന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയ സാഹചര്യത്തിൽ എല്ലാവിധ മുൻകരുതലോടും കൂടി തന്നെ മഴയെ സമീപിക്കുക എന്നുള്ളതാണ് പറയേണ്ടതായിട്ടുള്ളത്. മഴയോടൊപ്പം തന്നെ ശക്തമായ കാറ്റും ഇടിമിന്നലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ മുന്നറിയിപ്പുകളും ഒക്കെ കൃത്യമായിട്ട് പൊതുജനം പാലിക്കണം, ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, 8 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു.